നടന്ന് നടന്ന് കാല് കഴച്ചൊടിയും. ചേട്ടാ സൂക്ഷിച്ചു വാ. എന്റെ കുഞ്ഞെ, ഹായ്, എന്തൊരു ഭംഗി. പതുക്കെ പോവും ഞാൻ. എന്റെ ഈശ്വര, ഈ കുഞ്ഞ് അങ്ങോട്ടൊക്കെ പോകുന്നത്. ചേട്ടാ തലയിടിക്കല്ലേ. ഇങ്ങോട്ട് വാ, ഞാൻ പിടിച്ചോളാം. ഇങ്ങോട്ട് വാ ചേട്ടാ. അങ്ങോട്ട് മാറി നിൽക്ക് വേണേ. ഓ, വാ ഇങ്ങോട്ട്. ഒരു പതിവ്രതൻ. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ളത് സത്യമാണ്. ഇതുവരെ ഒരു പെണ്ണിനെ തൊട്ടിട്ടില്ലെന്ന് എന്റെ മൂത്ത് നോക്കിക്കൊണ്ടെന്ന് പറ. നിനക്ക് വല്ല അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവമില്ല. നീ ആ പെണ്ണിന്റെ ആയ. ചോദ്യം ആദ്യം നിന്നോടാ ഉണ്ടാവുക. വല്ല കാട്ടുമൃഗം പിടിച്ചെന്ന് നീ കൂടി ചെല്ലേ. കേശവന്മാരൊന്നും ഓടി വന്നേ. ചെല്ലേ, ഞാൻ എന്റെ കിതപ്പൊന്ന് മാറ്റട്ടെ. എന്റെ അയ്യപ്പാ, എന്റെ ഗുരുവായൂരപ്പാ, ഒരു പ്രകൃതി ഭംഗി ആഘോഷിക്കുന്ന ഒരു ഘോഷേ. എന്തായി പറഞ്ഞു. ആവോ എന്റെ അമ്മേ ഗുരുവായൂരപ്പാ. പാവുഞ്ഞ, നമുക്ക് പോവാം. എന്ത് ഭംഗി ഇതൊക്കെ കാണാൻ. ഈ വെള്ളം തൊട്ട് നോക്ക്, എന്തൊരു തണുപ്പ്. കേശുമാൻ വരുന്നുണ്ടേ. നടക്കാൻ വയ്യാഞ്ഞിട്ട് അടങ്ങാണ്ട് നിൽക്കുക. വെറുതെ വഴക്ക് പറയിപ്പിക്കണ്ട. ബാ. ഉരുണ്ട് താഴെ വീഴും കുഞ്ഞ്. അയ്യപ്പാ ധർമ്മശാസ്താവേ. വിധു, അവിടെ കൂടെ ഇറങ്ങൂ. കേശവമ്മ, 10 കൊല്ലം ഞാൻ ആ കോൺവെന്റിന്റെ തടവിലായിരുന്നില്ലേ. ഇപ്പൊ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരിക. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോ പറന്നു കളിക്കാൻ തോന്നുക. വരൂ. സന്ധിക്കുമ്പോ അവിടെ ചെന്നില്ലെങ്കിൽ അച്ഛൻ നിന്റെ ചെവിക്ക് പിടിക്കും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോവാ. ഓക്കേ. എന്ത് പ്രകൃതാന്ന് ആലോചിച്ച് നോക്കണേ. ഈ വയസ്സുകാലത്താ പ്രകൃതി ഭംഗി ആഘോഷിക്കണത്. ഇതുങ്ങൾക്കൊക്കെ വട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അയ്യപ്പ, അമ്മേ ഗുരുവായൂരപ്പ, അയ്യാ ധർമ്മശാസ്താവേ, അമ്മേ. കുഞ്ഞെവിടെ ഇരിക്ക? കേശവമ്മാൻ എവിടെ ഇരുന്നോട്ടെ. വിധു, നിന്റെ സീറ്റ് പിന്നില്ല. എവിടെ ഇരുന്നാലെന്താ, ഒരേ കാറിലല്ലേ. ഞാൻ പറയുന്ന അനുസരിക്കുന്നത് നിനക്ക് നല്ലത്. കാർത്തു ചേച്ചിയും കേശവമ്മാനും പ്രായം കൂടിയരാ. ഞാനും ചന്ദ്രനും ചെറുപ്പമല്ലേ. ചന്ദ്രൻ, വണ്ടി എടുക്കൂ. ചേട്ടൻ ഇങ്ങോട്ട് കയറിയാട്. ഇത് കേശവമ്മാന്, ഇത് ചന്ദ്രന്. ഞാൻ പിന്നെ തിന്നോ? ഇതാ. എനിക്കിപ്പോ വേണ്ട. തിന്നാൻ പറഞ്ഞ തിന്നോണം. നീ വണ്ടി എടുക്ക്. വിധു, നിന്റെ ഈ വീട് നിന്റെ അച്ഛന്റെ മുമ്പിൽ എത്തുന്നവരല്ലേ കാണൂ. അത് ഞാൻ സഹിച്ചോളാം. കേശവമാന്റെ മുമ്പിൽ എന്നും എന്റെ വികൃതി ഉണ്ടായിരിക്കും.
കുഞ്ഞ് എത്തുന്നതിന് മുമ്പ് ഇനി എത്തിക്കൂടാന്ന് പറഞ്ഞു പോയതാ. കുഞ്ഞ് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. ഒരപകടം കൊണ്ടാ എന്റെ അമ്മ മരിച്ചത്? അതെ കുഞ്ഞ്. അപ്പോ അച്ഛനും ഉണ്ടായിരുന്നില്ലേ കൂടെ? ഉണ്ടായിരുന്നു. അപകടം പറ്റാൻ എന്താ കാരണം? അതെനിക്കറിഞ്ഞുകൂടാ. കുഞ്ഞിന്റെ അച്ഛൻ വെക്കുന്നതാ. ദിവസവും അദ്ദേഹം ഇവിടെ വന്ന് പൂക്കൾ വെച്ചിട്ട് പോകും. അമ്മയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അച്ഛന്, അല്ലേ? അതെ കുഞ്ഞെ. അമ്മ മരിച്ചത് പിന്നെയാണോ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയായത്? അതിനു മുൻപും അദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ വന്നോ? എവിടെ പോയിരുന്നാവോ? കുഞ്ഞിന്റെ അമ്മയുടെ അടുത്തേക്ക്. അതായത് വൈകുണ്ഠത്തിലേക്ക് അല്ലേ? അതെ. ഞാൻ അമ്മയുടെ ശവക്കല്ലറയ്ക്ക് എടുത്തു പോയതായിരുന്നു. എനിക്കാണോ? അച്ഛാ, എനിക്കൊരാഗ്രഹം പറയട്ടെ അച്ഛാ. നമുക്ക് പൊന്മുടിയിലേക്കൊന്ന് പോകാം. അമ്മ അവിടെ വെച്ചല്ലേ മരിച്ചത്. എനിക്ക് ആ സ്ഥലമൊന്ന് കാണാൻ പോകാം അച്ഛാ. വേണ്ട. അച്ഛന് സമയമില്ലെങ്കിൽ വരണ്ട. ഞാനും കാർത്തു ചേച്ചിയും കേശവന്മാരും കൂടി പോട്ടെ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞെന്താ ഇത് എടുക്കാതെ പോകുന്നത്? എനിക്കൊന്നും വേണ്ട. കുഞ്ഞ് അച്ഛനോട് പിണങ്ങിയിരിക്കുകയാണോ? എന്താ ഇപ്പൊ ഉണ്ടായത്? ഇതുവരെ ഞാനൊന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കാതിരുന്നിട്ടില്ല. നീ ഇപ്പൊ വല്ലതും ചോദിച്ചോ? ഞാൻ പൊന്മുടിയെ പോണോന്ന് പറഞ്ഞു. എന്താ? ചോദിക്കണ്ടായിരുന്നു. എന്റെ അച്ഛനെന്താ ഇങ്ങനെ? എന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ എന്നോട് സ്നേഹാന്നാ പറയാ. പറഞ്ഞാ മതിയോ? സ്നേഹിച്ച് കാണിക്കണ്ടേ? എന്ത് വാങ്ങി തന്നാലും